ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മീൻകുളത്തിൽ ചാടിയ കുറച്ച് അതിഥികളെയാണ്. ഫസ്റ്റ് വേണ്ടി ഇവനാണ്. അപ്പം ഇവൻ ഇന്നലെ രാത്രിയിലെ കണ്ട് ചാടിയതാണ്. നനഞ്ഞ് കുളിച്ച് വിറച്ച് വെള്ളത്തിൽ കിടക്കുമായിരുന്നു. രാവിലെ അമ്മയാണ് എടുത്ത് വെളിയിൽ വെച്ചത്. അതുപോലെ തന്നെ ബാക്കിയുള്ള അതിഥികളെയും നമ്മൾ കൂട്ടത്തിൽ തന്നെ കാണിക്കാം. ഒരുത്തൻ കുളത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകും. അപ്പൊ ആളപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇവനെ എങ്ങനെയും ഒന്ന് എടുത്ത് വെളിവിടണം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. രണ്ട് പിടിക്കാൻ വന്നപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോകുന്നു. രക്ഷിക്കാൻ വന്നപ്പോൾ കാട്ടിലോട്ട് പോകുന്നു. ബ്ലഡി ഫൂൾ. അമ്മ ആ സൈഡിൽ നിന്ന് പൊക്കിട്ട് പിടിയമ്മേ. ഇന്നലെ രാത്രിയിൽ എന്തോ വന്ന് ചാടിയതാണ്. അപ്പം നല്ല ടയർഡാണെന്ന് തോന്നുന്നു. ആള് പിടിതരാതെ നടക്കുവാണ്. അതിനിടയ്ക്കൂടെ അവനെ വലയുടെ ഇടയ്ക്കൂടെ എങ്ങനെയും വെളിയിൽ ഇറങ്ങാനുള്ള അത്രപ്പാടിലാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല. അവനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് എങ്ങനെയും നമുക്ക് പിടിച്ച് വെളിയിൽ ഇറക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ഓടിക്കുവാണ് അമ്മ ആ സൈഡിൽ നിന്നിട്ട്. അപ്പൊ അവൻ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ഇവനെ എങ്ങനെയും ഒന്ന് പിടിച്ച് വെളിയിലിടണം. ഈ സൈഡിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ മൂലക്കിട്ട് നമുക്ക് ഇവനെ പിടിച്ച് വെളിയിലിടാം. ക്യാമറ കയ്യിരിപ്പുണ്ട്, അത് വെള്ളത്തിൽ പോകാൻ നോക്കണം. ഇവനെ പിടിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെയും ഇവനെ പിടിച്ചൊന്ന് വെളിയിലിടാം. അപ്പൊ അവനെ വെളിയിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവനെ പിടിച്ചിട്ടിട്ട് അവൻ കാണിക്കുന്ന പരിപാടി കണ്ടോ നിങ്ങൾ? തിരിച്ച് ആ കുളത്തിലോട്ട് തന്നെ വീണ്ടും ചാടാൻ നോക്കുവാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവനെ ഇപ്പം അവനെ ഇതിനിടയ്ക്കൊന്ന് പിടിക്കാൻ പറ്റുന്നുണ്ട്. അടുത്തൊരാള് വായിൽ വിഴുങ്ങാൻ പറ്റാത്ത ഒരു മീനെയും വായി പിടിച്ചുകൊണ്ട്, നമ്മുടെ കുളത്തിൽ തന്നെ പിടിച്ച മീനാണ്, അതിനെ വിഴുങ്ങാൻ പറ്റാതെ ആള് കയറി വലയുടെ സൈഡിൽ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പാതി വിഴുങ്ങിയിട്ട്. വെറുതെ അങ്ങോട്ട് പോയി രാവിലെ അവന്റെ വായി കൈയിട്ട് അവൻ്റെ നിന്ന് കടി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവന്റെ വഴിക്ക് അത് വഴിയിലൊക്കെ ഇറങ്ങിപ്പോക്കോളും ആ മീനെ തിന്നിട്ട്. നമുക്ക് പിടിച്ച ആ കൊക്കിനെ കൊണ്ടുപോയി അവന്റെ അപ്പുറത്തൊരു അവന്റെ കൂട്ടുകാരൻ വിറച്ചിരിപ്പുണ്ട്, അവന്റെ അടുക്ക കൊണ്ടുവന്ന് വിടാം അവനെ. അതായിരിക്കും നല്ലത്. വെറുതെ പോയി പാമ്പിന്റെ നിന്ന് കടി വാങ്ങിക്കണ്ടല്ലോ. രണ്ട് കൊക്കുകളും നല്ല ടയർഡാണ്. ഇന്നലെ രാത്രി വെള്ളത്തിൽ ചാടിയല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ രണ്ടിനും ഉണ്ട്. അപ്പം ഇമാരെ രണ്ടുപേരും കൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുവാണ്. ഇമാരെ രണ്ടുപേരും മേത്തെ വെള്ളമൊക്കെ ഉണങ്ങി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അമ്മമാര് തന്നെ പറന്നു പോക്കോളും. ഒരുത്തനെ കൊണ്ടൊന്ന് വിട്ടു, അടുത്തവൻ അവിടെ തന്നെ മരക്കുറ്റി അതുപോലെ ഇരിപ്പുണ്ട്. മരം വിട്ട് നമ്മൾ വരുമ്പോഴാണ് അടുത്തൊരു മുതല്, ഒരു തവള, ഒരു മുതുക്കൊരു തവള നമ്മുടെ കുളത്തിൽ ചാടിയാണ്. ഇന്ന് നമ്മുടെ കുളത്തിന് നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട്, കൊക്ക്, പാമ്പ്, തവള, എല്ലാത്തിനെയും നമുക്ക് കിട്ടി. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ തീരുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ മൊത്തം കണ്ടതിന് താങ്ക് യു ഗൈസ്.